പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന് മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ പ്രാവശ്യവും കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കർത്താവിൻ്റെ വലിയ കരുണയാണല്ലോ പ്രിയമുള്ള മുഖാമുഖിനെ കാണാൻ കർത്താവ് കൃപ നൽകിയത്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെല്ലാം ഒരുമിച്ച് ചേർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാവോ? കുട്ടികളൊക്കെ ചാടി എഴുന്നേൽക്കാം. കർത്താവിൻ്റെ വലിയ കൃപയുടെ കൂട്ടായ്മയിൽ, ഇതൊരു സഹിയോൻ കൂട്ടായ്മയിലാണ്, ബട്ടാലിസിൻ്റെ എല്ലാ കൂട്ടായ്മയിലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ കാര്യത്തും നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം എല്ലാത്തിനും നമുക്ക് വേണം. നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ, ഈ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ. ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ, ഈ ശുശ്രൂഷകളെ സംബന്ധിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാം അവിടുത്തെ ദാനമാണെന്ന്, എല്ലാം അവിടുത്തെ ദാനമാണെന്ന് ഏറ്റുപറയുന്നു, ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചോദിക്കുന്നതിലും കൂടുതൽ മാത്രമേ, ചോദിക്കുന്നതിലും കൂടുതൽ മാത്രമേ അവിടുന്ന് തരുകയുള്ളൂ എന്ന്, അവിടുന്ന് തരുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അളന്നല്ല, അളന്നല്ല ആത്മാവിന്റെ കൃപകൾ നൽകുന്നതെന്ന്, ആത്മാവിന്റെ കൃപകൾ നൽകുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അളവ് കൂടാതെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ വർഷിക്കണമേ. ഓ കർത്താവേ, അളവ് കൂടാതെ ആത്മാവിന്റെ നന്മകൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ദൈവമേ, ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരുന്ന സ്വർഗത്തിന്റെ വലിയ ശക്തിയാൽ ഈ സമൂഹത്തിൽ ഓരോരുത്തരുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കർത്താവെ പ്രാപിക്കാനും കൊടുക്കാനും തക്കമുള്ള കൃപകളുടെ വലിയ ഉജ്ജ്വലം ഉണ്ടാകട്ടെ, വലിയ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകട്ടെ.
പെന്തക്കോസ്തനാളിൽ ശിഷ്യഗണത്തിന്മേൽ അഗ്നിനാളമായി നീ നിറഞ്ഞതുപോൽ പെന്തക്കോസ്തനാളിൽ ശിഷ്യഗണത്തിന്മേൽ അഗ്നിനാളമായി നീ നിറഞ്ഞതുപോൽ രോഗശാന്തി വരവും പ്രവചന വരവും ഭാഷാവരവും നൽകണമേ. രോഗശാന്തി വരവും പ്രവചന വരവും ഭാഷാവരവും നൽകണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. കൈയടിച്ച് ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ വീണ്ടും ദാഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവായ ദൈവമേ, വലിയ കൃപാഭിഷേകം നൽകണമേ, വലിയ വചനാഭിഷേകം നൽകണമേ, വലിയ വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് രൂപാന്തരം പ്രാപിക്കുന്ന ജ്ഞാനത്തിന്റെ വചനത്തിന്റെ ചൈതന്യം ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവേ, ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ഹൃദയം ആത്മാവേ നൽകണമേ. പുതിയൊരു ജീവൻ പുതിയൊരു ഹൃദയം ആത്മാവേ നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. വരദാനങ്ങൾ ഉയർത്തി. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. വരങ്ങൾക്ക് വേണ്ടി ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ദാനങ്ങൾ ആഗ്രഹിച്ച് ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ഫലങ്ങൾ നിറയട്ടെ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. പുതിയ പുതിയ അഭിഷേകങ്ങൾ ജ്വലിക്കട്ടെ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. നിലനിൽപ്പിന്റെ ക്രമ നിറയട്ടെ. ആത്മാവേ റൂഹായേ എന്നിൽ വചനം പഠിക്കാൻ ക്രമ ലഭിക്കട്ടെ. ആത്മാവേ റൂഹായേ എന്നിൽ പ്രാർത്ഥന വരങ്ങൾ ജ്വലിക്കട്ടെ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഓ കർത്താവേ, അവിടുന്ന് കൃപകൾ വാരി വിതറുന്ന ദൈവമാണ്. ഇന്നേ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്ക് ആവശ്യമായ മുഴുവൻ കൃപാദാനങ്ങൾ നൽകണമേ. വരദാനങ്ങൾ ചൊരിയണമേ. കർത്താവേ, ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ദാഹത്തോടെ ചോദിക്കുകയാണ്. ആരാധന 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 ആരാധന. ദൈവമേ, കുട്ടികൾക്ക് പഠിക്കാൻ കൃപ കൊടുക്കണമേ. ദൈവമേ, കുഞ്ഞുങ്ങളെ ബുദ്ധി തെളിയട്ടെ, ഓർമ്മശക്തി തെളിയട്ടെ. ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹം പ്രാപിച്ചിട്ട് ഏകാഗ്രത നിറയട്ടെ, ഏകാഗ്രത നിറയട്ടെ. ഓരോ കുഞ്ഞുങ്ങളെ ദൈവഭക്തി നിറയട്ടെ. രോഗശാന്തി വരങ്ങൾ നിറയട്ടെ. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദാനം കിട്ടാൻ എന്ത് ചെയ്യണം, ദാനം കിട്ടിയാൽ എന്ത് ചെയ്യണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരുപാട് കൃപകളും ദാനങ്ങളും അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം ദാനമായിട്ട് തന്നാൽ മാത്രമേ
നമുക്ക് എന്തെങ്കിലും സ്വീകരിക്കാൻ പറ്റുള്ളൂ. Praise the Lord. Praise the Lord. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ തിരുവചനം. Gospel of St. John chapter 3 verse 27. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. Praise the Lord. Praise the Lord. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റിയാൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും ദൈവത്തിന്റെ സ്വന്തമാണ്. അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം തന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ കാര്യം ആദ്യം മനസ്സുകൊണ്ട് അംഗീകരിക്കണം. യാക്കോബ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനം, സെന്റ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 17. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്നാണ്. അത് മാറ്റമോ മാറ്റത്തിന്റെ നിഴവലോ ഇല്ലാത്ത പിതാവിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിന്റെ വെളിച്ചത്തിൽ നിത്യജീവൻ, രക്ഷ, ഒരുപാട് അനുഗ്രഹങ്ങൾ, വിശ്വാസം, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. Praise the Lord. Praise the Lord. അത് നമ്മൾ നേടിയെടുക്കുന്നതല്ല, ദൈവം തന്നാലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 16-ാമത്തെ അധ്യായത്തിൽ 14-ാം തിരുവചനം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 14. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലീദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ നമ്മളൊരു ധ്യാനത്തിന് പോയിരിക്കുന്ന പശ്ചാത്തലം ചിന്തിക്കുക. ഒരു 400 പേര് 500 പേര് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പൗലോസ് പ്രഘോഷണം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ലീദിയായുടെ ഹൃദയം മാത്രമാണ് കർത്താവ് തുറന്നു കൊടുത്തത്. അവരുടെ ഹൃദയത്തിലേക്ക് പൗലോസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പ്രവേശിച്ചു. അവൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തരാതെ ഒന്നും സ്വീകരിക്കാൻ പറ്റിയല്ല. ഉന്നതത്തിൽ നിന്ന് തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെ നമ്മൾ ആദ്യ ഹൃദയത്തിൽ വിശ്വസിക്കണം. വേറെ ഒരു വഴിക്കും സ്വർഗത്തിൽ നിന്നുള്ള ഒരു സംഗതിയും നേടാൻ പറ്റുകയില്ല. അതിന് ബൈബിൾ തന്നെ ഉദാഹരണമുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 18 to 20. അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ പത്രോസ്ലിഹായൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഓരോരുത്തരും വരെ പരിശുദ്ധാത്മാവ് വരുന്നു, ഒരുപാട് കൃപാദാനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ശിമയോൻ എന്ന പേര് ഒരാള് കുറച്ച് പണം കൊടുത്തോണ്ട് പറയാണ്, ഞാൻ ആരുടെ തലയൊക്കെ വെച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന ഏർപ്പാട് കിട്ടണം. എന്നാൽ പത്രോസ് പറഞ്ഞു, നിനക്ക് ഒരിക്കലും അത് ലഭിക്കില്ല. കാരണം ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത് നമ്മൾ പണം കൊടുത്തത് കൊണ്ടോ നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ടോ നേടിയെടുക്കുന്ന ഒരു സംഗതി അല്ല. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമാണ്. 127-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യം എന്താ വചനം വെളിപ്പെടുന്നത്? നമുക്ക് സുപരിചിതമായ വചനമാണ്. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലവും ഒരു സമ്മാനവും. അപ്പൊ ദൈവമാണ് ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11:17 പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് ദൈവത്തിന്റെ ദാനങ്ങൾ സ്വീകരിക്കാൻ ഒരു ദൈവ പൈതൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും സിമ്പിൾ മാർഗമാണ്. ഇപ്പൊ നമുക്കൊരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം ഉള്ള ആ കട അന്വേഷിച്ച് പിടിച്ചു പോകണം, തപ്പി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സെർച്ച് ചെയ്യണം. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ദാനങ്ങളെല്ലാം കിട്ടാൻ സിമ്പിൾ മാർഗമാണ്. എന്താണെന്നറിയോ? ദൈവത്തോട് നേരിട്ട് അങ്ങോട്ട് ചോദിക്കുക.
Praise the Lord. Praise the Lord. എല്ലാ ദാനങ്ങളെ കുറിച്ച് വചനം വെളിപ്പെടുന്ന അങ്ങനെയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 18-ാം തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 18, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനായാൽ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്ര വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. Praise the Lord. Praise the Lord. അപ്പൊ ബൈബിളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാം സഹോദരങ്ങളെ, ദൈവത്തിന്റെ ദാനങ്ങൾ സ്വീകരിച്ച് നമ്മൾ വേറൊന്നും ചെയ്യണ്ട. ദൈവത്തോട് ചോദിക്കുക, ദൈവമേ തരണം, ദൈവമേ എന്ന് പറഞ്ഞ് ചോദിക്കുക മാത്രമേ ബൈബിൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഓർക്കും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വട്ടാനിച്ചൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കാണ്. നമ്മളിങ്ങനെ ദാനങ്ങൾ കർത്താവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കർത്താവിന്. ഒരു വിശുദ്ധ അതിനെക്കുറിച്ച് കോട്ട് ചെയ്തിരിക്കുന്ന വട്ടാനിച്ചെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഓർക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ദൈവത്തിന് നമ്മൾ ദാനങ്ങളും കൃപകളും ചോദിക്കാത്തതാണ് ദൈവത്തിൻ്റെ സങ്കടം. ചോദിച്ചാൽ കർത്താവ് തരും, ചോദിക്കാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത്. റോമാലേഖന 8-ാമത്തെ അധ്യായത്തിന് 32-ാം തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിതാവായ ദൈവം സ്വപുത്രൻ ഈശോ മിശിഹായെ നമ്മുടെ പാപപരിഹാര ബലിയായി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, പിന്നെ ചോദിക്കുക, അതിനേക്കാൾ വലുതാണോ ഇത്? അതിനേക്കാൾ വലുതാണോ ഇത്? അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഒരുപാട് കൃപകൾ, ഒരുപാട് ദാനങ്ങൾ ദൈവത്തിന് പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ എന്ന നിലയിൽ മക്കൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കും. പിന്നെ സ്വർഗസ്വനായ പിതാവ് തരാതിരിക്കുവോ? ചോദിക്കാത്തത് കൊണ്ടാണ് ലഭിക്കാതിരിക്കുന്നത്. അപ്പൊ ദൈവത്തോട് ചോദിക്കണം, ജ്ഞാനം ചോദിക്കണം, വചനം ചോദിക്കണം, വിശ്വാസം ചോദിക്കണം, കൃപ ചോദിക്കണം, എല്ലാം ദൈവത്തോട് ചോദിക്കണം. ജ്ഞാനത്തിന്റെ പുസ്തകം 8:21 വചനം വെളിപ്പെടുത്തുകയാണ്, ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ല എന്ന് ഞാൻ അറിഞ്ഞു. ആരുടെ ദാനമാണ് അവൾ എന്ന് അറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളഴിഞ്ഞ് അപേക്ഷിച്ചു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കൃപകളും ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ കർത്താവിനോട് ചോദിച്ച കാര്യം, ദൈവമേ വചനം പഠിക്കാൻ്റെ കൃപ കർത്താവിനോട് ചോദിച്ചു, വചനം തരണമേ എന്ന് ചോദിച്ചു. ഒരു സമയം കഴിഞ്ഞപ്പോൾ വചനത്തിന്റെ നിറവ് നൽകി കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപാട് വ്യക്തികളുടെ അനുഭവം കണ്ടിട്ടുണ്ട്. ദൈവമേ ഒരു കാര്യം കൊണ്ട് ചോദിച്ചു. ഞാൻ ഓർക്കാണ്, വലിയ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ കൺവെൻഷൻ കഴിഞ്ഞ് പിന്നെ ആളുകളൊന്നുമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഒരു സെമിനാരിക്കാരൻ അവിടെ ചെന്നിട്ട്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, ആ സ്റ്റേജിൽ കയറി കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, ആൾക്കാരൊന്നുമില്ല, പിറ്റേ ദിവസമാണ് കൺവെൻഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം. ആ സ്റ്റേജിൽ കയറി കുരിശ് വരച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒരു വചനം പ്രഘോഷിക്കാൻ കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കും. ആ പ്രാർത്ഥന കർത്താവ് കേട്ട്, അദ്ദേഹം അന്നൊരു ഡീക്കനായിരുന്നു. ഞാൻ ഓർക്കാണ്, പിറ്റേ വർഷം ആ സ്ഥലത്തെ കൺവെൻഷനിൽ ഒരു 3-4 ടോക്ക് എടുക്കാൻ ആ ചമ്മാച്ചൻ അച്ഛനാക്കിയപ്പോൾ അതിനുശേഷം പ്രവേശിച്ചതിന് അവർക്കാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇതേപോലെ ഒരുപാട് ദാനങ്ങൾ തരാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം ഒരുപാട് ദാനങ്ങളും കൃപകളുമായി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒന്നാമത് നമ്മൾ ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്നതിന് ഒപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവം കൃപാദാനങ്ങൾ തരാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ അങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ 1683 ഖണ്ഡികയിലാണ്, അവരുടെ ഹൃദയത്തിലേക്ക് ദിവ്യ കാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്നത് എന്നെ അധികം പ്രമോദിപ്പിക്കുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തതിനാൽ ആ ആത്മാവിന് വേണ്ടി കരുതിയിരുന്ന എല്ലാ കൃപകളും ദാനങ്ങളുമായി എത്രയും വേഗം ഞാൻ അവരെ വിട്ടുപോകുന്നു. ഞാൻ പോയത് ആ ആത്മാവ് പോലും അറിയുന്നില്ല. പക്ഷേ പിന്നീട് ഉള്ളിലെ ശൂന്യതയും അസംതൃപ്തിയും അവർ ശ്രദ്ധിക്കും.
ആ അവസ്ഥയിൽ പോലും എന്നിലേക്ക് തിരിഞ്ഞാൽ അവരുടെ ഹൃദയം ഞാൻ വിശുദ്ധീകരിക്കും, ഞാൻ സഹായിക്കും, ആ ആത്മാവിന് വേണ്ടതെല്ലാം ഞാൻ തരികയും ചെയ്യും. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഒരു കൃപാദാനങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുമ്പോൾ ദൈവം തരും. അങ്ങനെ ദൈവം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കൃപാദാനങ്ങൾ നമ്മുടെ മേൽ വർഷിക്കപ്പെടുകയല്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കൃപാദാനങ്ങളിൽ വളരാനുള്ള രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് മാത്രം ഒന്നാം സ്ഥാനം. അതിൽ വിഭജിത ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൃപകൾ നിറയാൻ എളുപ്പമല്ലെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം ചിലപ്പോൾ വ്യക്തികളുമായി അറ്റാച്ചഡ് ആകാം, നമ്മുടെ ഹൃദയം ചിലപ്പോൾ വസ്തുക്കളുമായി അറ്റാച്ചഡ് ആകാം, നമ്മുടെ ഹൃദയം ചിലപ്പോൾ ചില സ്ഥാനമാനങ്ങളുമായി അറ്റാച്ചഡ് ആകാം. എൻ്റെ സഹോദരങ്ങൾ, ഇങ്ങനെ ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ദൈവത്തിൽ മാത്രം ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് കൃപാദാനങ്ങൾ ദൈവം ചൊരിയുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കൃപാദാനങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വരുമ്പോൾ ദൈവത്തിന് മാത്രം സ്ഥാനമുള്ളൂ, വേറെ ആർക്കും സ്ഥാനമില്ലാതെ അത്രയും ദൈവത്തോട് ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിൽ അതുപോലെ ദൈവം കൃപ വർഷിക്കും. അങ്ങനെ കൃപാദാനങ്ങൾ വർഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അതിനെപ്പറ്റി ഒരുപാട് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിന്റെ 13-ാം തിരുവചനം, തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഈ കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാനാണെങ്കിൽ ഓർക്കാണ്, ദൈവം പൗരോഹിത്യം തന്നില്ലേ, ദൈവം വചനം പ്രഘോഷിക്കുന്ന അവസരം തന്നില്ലേ, എന്തുമാത്രം കാര്യങ്ങൾ ദൈവം തന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ എന്ത് ചെയ്യും? വിശ്വാസം. എഫേസ്യർ 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ദൈവമേ എനിക്ക് വിശ്വാസം തന്നല്ലോ. എത്രയോ പേര് വിശ്വാസം ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നു, അത് വലിയൊരു ദാനമാണ്, ദൈവം തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിത്യജീവനിലേക്ക് ഒരു ബോധ്യം കർത്താവ് തന്നില്ലേ. റോമ 6:23, ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നില്ലേ. എല്ലാത്തിനും ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം സഹോദരൻ. ദൈവഭക്തി ദൈവം തന്നില്ലേ. അനുദപിക്കാൻ ആഗ്രഹം ദൈവം. ഇതെല്ലാം ഗിഫ്റ്റാണ്, ഇതെല്ലാം കൃപകളാണ്, ഇതെല്ലാം ദാനങ്ങളാണ് സഹോദരങ്ങളെ. ദാനമല്ലാത്തതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുന്നതിനനുസരിച്ച് മാത്രമല്ല, ദൈവത്തിന്റെ ദാനം എപ്പോഴും ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ സഹോദരങ്ങൾ, ദൈവത്തെ തരുമ്പോൾ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരിക്കൽ പോലും ദൈവം നൽകിയിരിക്കുന്ന ഈ ദാനങ്ങളെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കരുത്. കൊരിന്തോസ്യർക്ക് 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 7-8 തിരുവചനങ്ങൾ, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച് നോക്കണം. ദൈവം നമ്മളെ ചിലപ്പോൾ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തി എന്ന് കരുതുക, ദൈവം നമുക്ക് നല്ല സാമ്പത്തികമായ അഭിവൃദ്ധി തന്നു എന്ന് കരുതുക, ഇതെല്ലാം ദൈവം തന്ന ദാനമാണ്. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഈ ദാനത്തിൽ ഇത് ഏതാണ്ട് നമ്മളുടെ സ്വന്തം അഹങ്കരിക്കാൻ വേണ്ടി തുടങ്ങും. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ, ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ, അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അതീശത്വം അത്യുന്നതനിൽ നിന്നാണ്. ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവം നൽകിയ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനനിരതമായ ഒരു സമയം കഴിയുമ്പോൾ നമുക്കൊരു തോന്നൽ വരും, ഇത് ഏതാണ്ട് നമ്മൾ നേടിയെടുത്ത് നമ്മുടെ സ്വന്തമുള്ളൊരു സംഗതിയാണെന്നൊരു ചിന്ത വരാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ, ദാനങ്ങൾ നമുക്ക് ചുറ്റുമുള്ള സഹോദരന്മാരിൽ ഇതുപോലെ ദൈവം വർഷിക്കും, അല്ലേ? മഴ പെയ്യുമ്പോൾ ആ മഴ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്ന് പറയുന്നത് പോലെയുള്ള ദാനങ്ങൾ നമ്മൾ ചുറ്റുമുള്ള സഹോദരൻ വർഷിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിനകത്ത് അസൂയ വരരുത്, അഹങ്കരിക്കരുത്, അസൂയ വരരുത്. ഇതെല്ലാം ദൈവം കൊടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. മിസ്റ്റർ ഫൗസ്റ്റിൻ ഡയറിയിൽ 1661-ാമത്തെ ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ചൊരു ഭാഗം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ആ സമയത്ത് ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, ആ ആത്മാവ് പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചു. മറ്റുള്ള ആത്മാക്കളുടെ സന്തോഷം എന്നിൽ പുതിയ ആനന്ദം നിറയ്ക്കുന്നു.
ചില ആത്മാക്കളിൽ ഉന്നതമായ ദാനങ്ങൾ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് കർത്താവിന് ആരാധനയുടെ ഒരു കീർത്തനം ഉയരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഈ സെഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ തന്നെ ഒരുപാട് കൃപകളുള്ള വൈദികരുണ്ട്, സിസ്റ്റർമാരുണ്ട്, അൽമാരുണ്ട്. അങ്ങനെ ശുശ്രൂഷിക്കാൻ വലിയ സന്തോഷമാണ്. അല്ലാതെ അസൂയ വേണ്ട. എനിക്ക് തരാനുള്ളത് ദൈവം തരും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ ദാനങ്ങൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിതാണ് സഹോദരങ്ങളെ, ദാനമായി നമുക്ക് കിട്ടിയത് ദാനമായിട്ട് കൊടുക്കണം. Praise the Lord. Praise the Lord. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനം. അവരെ ശിഷ്യന്മാരെ അയക്കുകയാണ്. ശിഷ്യന്മാരെ പറയാണ്, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉറപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായിട്ട് തന്നെ കൊടുക്കുവിൻ. Praise the Lord. Praise the Lord. നമുക്ക് നൽകിയ പ്രാർത്ഥനാ വരങ്ങൾ, നമുക്ക് നൽകിയ വിശ്വാസത്തിന്റെ വരങ്ങൾ, നമുക്ക് നൽകിയ എല്ലാ കൃപകളും അനേകർക്ക് ദാനമായിട്ട് കിട്ടിയതായതുകൊണ്ട് ദാനമായിട്ട് തന്നെ കൊടുക്കണം. 1 പത്രോസ് 4:10 വചനമുണ്ട്, ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. Praise the Lord. Praise the Lord. ബൈബിളില് സമ്പത്ത് ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ബൈബിൾ വചനമുണ്ട്. സമ്പത്ത് മാത്രമല്ല ദാനം ചെയ്യേണ്ടത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങള്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനം, ഇതെല്ലാം നമ്മൾ ദാനം ചെയ്യേണ്ടതാണ്. Praise the Lord. Praise the Lord. അതിനെ കുറിച്ച് വചനമുണ്ട്. 1 കൊരിന്ത്യർ 1:5 വചനം. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാ വിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൽ നിന്ന് ദാനം സ്വീകരിക്കാൻ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല. സിമ്പിളായിട്ട് ദൈവത്തോട് ചോദിക്കുക. പിന്നെ ഹൃദയത്തിൽ വേറെ ഒന്നും ഉണ്ടാകരുത്, ഈശോ മാത്രം ഹൃദയത്തിൽ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദാനങ്ങളും കൃപകളും ദൈവം തരും. അങ്ങനെ ദൈവം തന്നാൽ അതിനെക്കുറിച്ച് ഒരുപാട് നന്ദി പറയണം. 2, അതിനെക്കുറിച്ച് അഹങ്കരിക്കരുത്. മറ്റവർക്ക് ദാനങ്ങൾ കൊടുക്കണം, അസൂയപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ ദാനങ്ങളെല്ലാം അനേകർക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാം. Praise the Lord. Praise the Lord. അപ്പൊ കൃപ ഇരട്ടിയാകുമെന്ന് വചനം പഠിപ്പിക്കുന്നു, വിശുദ്ധര് പഠിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ കേട്ട വചനങ്ങളെല്ലാം ഞങ്ങൾ വിശ്വസിക്കുകയാണ്, അതെല്ലാം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ, ശുശ്രൂഷയ്ക്ക് ആവശ്യമായ, ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആവശ്യം എല്ലാ കൃപാവരങ്ങളും നൽകണമേ. ദൈവമേ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കർത്താവേ, കൃപകളും ദാനങ്ങളും എല്ലാം അനേകർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശുശ്രൂഷ ഞങ്ങൾ ഒരുക്കമാണ്. ദൈവമേ, ഞങ്ങൾക്ക് തന്നാൽ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ താലന്തുകളെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. കർത്താവേ, കരങ്ങൾ ഉയർത്തി പാടി പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി വിളിക്കുന്ന ഈശോയെ,